ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയോട് സ്വാഗതം. ഇന്ന് നമുക്ക് മലപ്പുറത്തുനിന്ന് ഒരു സാധനം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഏരിയയിലോട്ടാണ്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കിട്ടും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. എന്നാലും നമുക്ക് സാധനം കാണിച്ചു തരാം. ബട്ടൺ കോയിലിനെ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഈ കൂട്ടിലാണ് ഇടുന്നത്. 2 ദിവസം ഇതിലിട്ടിട്ടേ നമ്മൾ അഴിച്ചിടുള്ളൂ. ഇവരൊന്ന് മൊത്തത്തിലൊന്ന് എല്ലാത്തിനായിട്ടൊന്ന് സെറ്റ് ആവണമല്ലോ. അപ്പോൾ കിളികളൊക്കെ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട്. എന്നാലും നമുക്ക് ഇവരെ പിടിച്ച് ഇതിലോട്ട് ഇടാം. അപ്പോൾ നമ്മുടെ ഒരു 12 പീസ് ഉണ്ട് കേട്ടോ. ഇതിൽ 6 പീസാണ് നമ്മുടെ, ബാക്കി നമ്മുടെ ഒരു കൂട്ടുകാരനുള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പൊട്ടിച്ചിട്ട് ഇതിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ദൂരത്തുനിന്ന് കൂടി വന്നാണല്ലോ. നമുക്ക് എന്തായാലും ഒരേന്നായിട്ട് പിടിച്ചെടുക്കാം. എല്ലാ കളറും ഉണ്ട് കേട്ടോ ഇതിൽ. അത് നല്ല രീതിക്ക് പറക്കോട്ട. അതിനാ ആദ്യത്തെ ആളെ കിട്ടിയിട്ടുണ്ട്. നല്ല പേടിച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ അടുത്ത ആളെ പിടിക്കാം. അടുത്തത് വൈറ്റാണ് കേട്ടോ. വൈറ്റ് ഫീമെയിലാണെന്ന് തോന്നുന്നത്. നല്ല രീതിക്ക് പറക്കോട്ട് വരും. ഇപ്പോൾ കീറേൻ്റെ വണ്ടിയിൽ ഇപ്പോൾ ഉണ്ട്. ഇനി അടുത്ത ആളെ പിടിക്കാം. ഇതൊരു മെയിലാണ് കേട്ടോ. ഇതൊന്ന് കളർ ഇത്തിരി കൂടെ കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. അതിൽ ഇയാളെ ഇതിലോട്ട് ഇടാം. നമ്മൾ എല്ലാവരെയും പിടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരെയും കൂട്ടിലോട്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഇനി 2 ദിവസം കഴിയുമ്പോഴേക്കും ഇവരഴിച്ചിടാം. ഇതിൽ നിന്ന് 6 പോകട്ടെ. 6 നമ്മുടെ കൂട്ടുകാരൻ കൊണ്ടുപോകും. ബാക്കി 6 നമുക്ക് ഇതിലഴിച്ചിടാം. അവരുടെ പേടി ഒന്ന് മാറണം. നല്ല പേടിയുണ്ട്. അപ്പോൾ നമ്മ അമ്മമാരെ നമ്മുടെ ചൈന കേജിലിട്ട് വെച്ചേക്കണായിരുന്നു. അപ്പം ഇനി ഇതിൽ നിന്ന് നമുക്ക് ഇതിലോട്ട് അഴിച്ചു വിടാം. 2 ദിവസമായി നമ്മൾ അതിനെ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇതിലിട്ട് വെച്ചേക്കണായിരുന്നു. അപ്പോൾ ആളൊന്ന് സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് ഇതിൽ തന്നെ ഇട്ടതാണ്. ഇനി എന്തായാലും നമുക്ക് അഴിച്ചു വിടാം. അപ്പോൾ ഇതിൻ്റെ മെയിലും ഫീമെയിലൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ ബട്ടൺ കോയിലാണ്. ഏറ്റവും മറ്റേ ചെറിയ കാടില്ലേ, അതാണ്. ഇത് മലപ്പുറത്തുള്ളൊരു ജാബിർ എന്ന് പറഞ്ഞൊരു പുള്ളിയിൽ നിന്ന് എടുത്താണ് കേട്ടോ. ഇതിന്റെ മെയിലിന് അടിയിൽ ഇങ്ങനെ റിങ് ഉണ്ടാവും. ഇവിടെയും ഇങ്ങനെ ഒരു ലൈനൊക്കെ ആയിട്ടുണ്ടാവും. ഫീമെയിലിന് അങ്ങനത്തേതായ റിങ്ങുകളൊന്നും ഉണ്ടാവില്ല. ഇതൊന്നും കൂടെ കളർ കയറാനുണ്ട് കേട്ടോ. ഇത്രയും കൂടെ നല്ല രീതിക്ക് ഇവിടെ ബ്ലൂ ഷെയ്ഡ് കയറി വരും. നിങ്ങൾ തന്നെ മുട്ടയിട്ട് അടിയിരുന്ന് വിരിഞ്ഞോളും. പിന്നെ നമ്മുടെ ഫുഡിന്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇവർ കഴിച്ചോളും. അതുകൊണ്ട് നമ്മുടെ ഏവിയറിക്ക് ഒരു ക്ലീനറാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഉമ്മാരാണ്ട് അഴിച്ചു വിട്ടാലോ. അത്യാവശ്യം നല്ല രീതിക്ക് പറക്കോട്ട് വരി ഉണ്ടാ. നേരെ പറഞ്ഞ് ഒരാളപ്പുറം പോയിട്ടുണ്ട്. നമ്മളിപ്പോ എല്ലാ കളറും എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ ഉണ്ടായിരുന്നതിൽ എല്ലാ കളറും എടുത്തിട്ടുണ്ട്. നമ്മൊരു 12 പീസാണ് എടുത്തത്. നമ്മുടെ ഒരു ഫ്രണ്ട് കൊണ്ടുപോയി ബാക്കി 6 അവനെയും വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 2 മെയിലും 4 ഫീമെയിലാണ് എടുത്തേക്കണം. ഇതൊക്കെ ഫീമെയിൽ തന്നെയാണ് കേട്ടോ. അതായത് ബ്ലൂ ആണ്, വൈറ്റ്. എഗ് ചെയ്യാനായിട്ട് ആവാറായിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ഇതേ ഒരാൾ പറന്നത് അപ്പുറത്തെത്തി. അപ്പൊ നമ്മുടെ തൽക്കാലം നമ്മുടെ പോണ്ട് വെള്ളം വറ്റിച്ച് വെച്ചാണ്. കാരണം ഇവർ ഈ വെള്ളത്തിലോട്ടൊക്കെ ഇങ്ങനെ ചാടാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ എടുത്തപ്പോ പുള്ളി പറഞ്ഞ്. അതുകൊണ്ട് അവിടെ ഇപ്പൊ വെള്ളം വറ്റിച്ച് വെച്ചേനാണ്. അതിൻ്റെ ഉള്ളിൽ 2-3 ഓടക്കിട്ട് സെറ്റ് ചെയ്ത് വെച്ചേനാണ് ഇപ്പൊ തൽക്കാലത്തൊക്കെ. പിന്നീട് അവൻ നെറ്റ് അടിച്ചിട്ട് അത് ക്ലിയർ ആക്കണം. പിടിക്കാൻ നല്ല പണിയാണ്. ഇതൊരു മെയിലാണ് കേട്ടോ. ബ്ലൂവിലൊരു മെയിലാണ്. ഇത് റെഡിന്റെ ഒരു ഫീമെയിൽ. അതെ നമ്മുടെ ലാസ്റ്റത്തെ 2 പേരെയും കൂടെ അങ്ങോട്ട് വിടാട്ടോ. ഒന്ന് സെറ്റായിട്ട് വരണം. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിടന്ന് ഓടണേണ്. ആ ഒരു പേടിയുണ്ട്. 2 ദിവസമായി കൊണ്ടുവന്ന് ഈ കൂട്ടിലിട്ട് വെച്ചേക്കണത്. നമുക്ക് എന്തായാലും ഒന്ന് ഇതിലായിട്ടൊന്ന് ഇണങ്ങി വരണം. ഒരാള് നമ്മുടെ ആഫ്രിക്കന്റെ കൂടിന്റെ ഇടയിൽ കയറിയിരിപ്പുണ്ട്. ബാക്കി ആൾക്കാർ ഒരാള് നിൽക്കണ്. ഒരാള് ഇപ്പൊ പറന്നു വന്ന് വീണാണ്. ഇനി ആ പേടി ഒന്ന് മാറണം. ഒരെണ്ണം ഇവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ തന്നെ ഇരിപ്പുണ്ട്.
ബാക്കിയുള്ളവര് അവിടെ ആയിട്ട് ഇപ്പൊ ഉണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെയൊക്കെ അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ വരും വീഡിയോകളിലൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ. നമ്മുടെ ഡയമണ്ടാവും എഗ് ചെയ്തിരിപ്പുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെയൊക്കെ അപ്ഡേറ്റ് നമ്മുടെ വരും വീഡിയോകളിൽ ഉണ്ടാവും. അതൊക്കെ കിട്ടാനായിട്ട് എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.